ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മളെ ജോലിയിൽ നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും നമുക്ക് ഗവൺമെൻറ് ജോലിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും റിട്ടയർമെൻ്റ് ഉണ്ടല്ലേ. എല്ലാവർക്കും ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ്, അത് കഴിഞ്ഞാൽ വിശ്രമം, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റും ഇല്ല വിശ്രമവും ഇല്ലാത്ത രണ്ടാൾക്കാരുണ്ടല്ലേ, അമ്മയും പിന്നെ ഭാര്യ, അങ്ങനെയുള്ള സഹോദരിമാർ. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അവർക്ക് എന്താണ് റിട്ടയർമെൻറ്റ്? അവർക്ക് വലുതായി കല്യാണം കഴിഞ്ഞാലോട്ട് തുടങ്ങുന്നതാണ് ഭർത്താവിൻ്റെ കാര്യം, മക്കളുടെ കാര്യം. ഇങ്ങനെ രാവിലെ എണീറ്റ് 5 മണി മുതൽ രാത്രി 11 മണി വരെ ആഹാരം വിളമ്പി കൊടുത്ത് വീണ്ടും ഉണ്ട് അവർക്ക് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അല്ലേ കിടക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴും അവരെന്ത് ചെയ്യും? ഉണർന്നിരുന്ന പാത്രം കഴുകുകയും രാവിലത്തേക്കുള്ള കറിയൊക്കെയുള്ളത് അരിഞ്ഞു വെച്ചിട്ടായിരിക്കും അവർ കിടക്കുന്നത്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം. അവരെ ഭാര്യമാരാണെങ്കിൽ അവരെ ഉറക്കിയിട്ടല്ലേ അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂ. നമ്മളെപ്പോഴെങ്കിലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? പല സ്ഥലങ്ങളിലും കാണുന്നതാണ്, ജോലിക്ക് രാവിലെ പോകും, അതെല്ലാം അവരായിരിക്കും റെഡിയാക്കി തരുന്നത്. ചോറ്, കാപ്പി, കുടി എല്ലാം അവർ റെഡിയാക്കി തരും. നമ്മളാകെ കുളിച്ചിറങ്ങി ബാഗ് എടുത്തിട്ട് പോവുക. എന്നിട്ട് നമ്മൾ ഓഫീസിൽ പോയി എല്ലാം ജോലി ചെയ്യും. രാവിലെ അതും ഒരു ടൈം പീരീഡ് കാണും, 9 to 5 അല്ലെങ്കിൽ 6. അത് കഴിഞ്ഞ് നേരെ വന്ന് പിന്നെ ഭയങ്കര ക്ഷീണമാണ് നമുക്ക്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, അതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ അടുത്ത് എന്നിട്ടൊരു നല്ലൊരു വാക്ക് പറയാറുണ്ടോ ഞങ്ങൾ? എന്നിട്ട് വീണ്ടും എല്ലാവരും അല്ലേ പറയുന്നത് കുറച്ച് ആൾക്കാരുടെ ഇപ്പം ഒരു കുറേ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, കടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം. എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിലും ഉണ്ടാവില്ലേ. എന്നായാലും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ടി വരും. അതുപോലെ നമ്മളെല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ പോകണം. നമ്മളാ ജോലികൾ വീതിച്ച് തന്നെ ചെയ്യുക, ഒരാളെ ഹെൽപ്പ് ചെയ്യുക. അമ്മയാണെങ്കിലും അമ്മയൊക്കെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക, അവരെ വെളിയിലോട്ട് കൊണ്ടുപോകുക. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ അടച്ചിട്ട് തന്നെ ആണ് എല്ലാം. വെളിയിലോട്ട് കൊണ്ടുപോകത്തില്ല. പിന്നെ അവരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർക്ക് ജോലി മാത്രമുണ്ട്, മക്കളെ നോക്കുക. അതൊക്കെയാണ് ചില ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുക, വളർത്തുക, ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെയാണ്. അതൊന്നുമല്ല. എല്ലാവർക്കും അവർക്കും ഒരു മനസ്സില്ലേ പാവം. എത്രയെന്ന് പറഞ്ഞിട്ട് അവർ പറയും ആൾക്കാരുടെ അടുത്ത്. അപ്പം നിങ്ങൾ ആണുങ്ങളും മക്കളും എല്ലാവരുമാണ് കാണേണ്ട. അവരെ ഇടയ്ക്കൊക്കെ വെളിയിൽ കൊണ്ടുപോവുക, അവർക്കൊരു ഫ്രീഡം കൊടുക്കുക, ഒരു ദിവസം വെളിയിൽ നിന്ന് ആഹാരം വാങ്ങി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കിച്ചണിലൊക്കെ